ഹലോ, എല്ലാവർക്കും ചൈനയിലെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഞാൻ ഇന്ന് ഹാൻചോ എന്ന് പറഞ്ഞ സ്ഥലത്താണുള്ളത്. അവിടെ ഇങ്ങനെ അതിലൂടെ നടക്കുമ്പോൾ ഇതാ ഹുവാവേ എന്ന് തന്നെ പറയുന്നതെന്ന് തോന്നുന്നു. അതിൻ്റെ പുതിയ കാറും അവരുടെ പുതിയ പ്രൊഡക്റ്റായ സ്മാർട്ട് ഹൗസൊക്കെ അവിടെ കണ്ടു കേട്ടോ. അപ്പോൾ അതിനുള്ളിൽ കയറിയിട്ട് അവിടുത്തെ കുറച്ച് കാഴ്ചകളും വിശേഷങ്ങളൊക്കെ നിങ്ങളെയും കാണിച്ചു തരാം. അയാൾ വളരെ സ്നേഹത്തോടെ വെൽക്കം ടു ചൈന എല്ലാം പറഞ്ഞ് ഞങ്ങളെ സ്വീകരിച്ചു. അതിനുള്ളിലൊക്കെ പോയി കണ്ടോ, വീഡിയോ ഒക്കെ എടുത്തോളാൻ പറഞ്ഞു. അങ്ങനെ നമുക്കുള്ളിലോട്ടൊന്ന് കയറി നോക്കാം.印度 number one， 莫迪老谢。എടാ നീ നാളെ Nice to meet you. Nice to meet you. Thank you, thank you. The camera movie. Oh, na hotel. Hello, hello. എടാ ഇത് നോക്കടാ, ഇത് നോക്ക്. എടാ നോക്ക്. ഇതിലൊന്ന് ബാക്കി കഴിയുമ്പോഴത്തേനും ജസ്റ്റ് പ്രസ് ചെയ്ത് കഴിയുമ്പോഴത്തേനും ആ വിൻഡോസ് എല്ലാം ഓപ്പൺ ആവും. 只要轻轻的摇一下，它就过来了。控制窗帘、对，灯还光、是灯光。以及那 music 都用它控制。华为。Oh. 没事，来。没事。没事，坐一会，坐一会。没事。印度嘛，难得来玩的，跟莫迪老谢带个好。莫迪。他们可能是这个来中国游玩，然后记录中国的这种生活。对。哦，这个ഇത് നല്ല സുന്ദരം. അവിടെ ഉണ്ടായിരുന്ന അദ്ദേഹം പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ ഏത് രാജ്യക്കാരാണെന്നാണ് ചോദിച്ചത്. അപ്പം ഞാൻ പറഞ്ഞു ഇന്ത്യക്കാരാണെന്ന് പറഞ്ഞപ്പോൾ ഇന്ത്യ നമ്പർ 1 മോദി കി ജയ് എന്നൊക്കെയാണ് പുള്ളിക്കാരൻ പറഞ്ഞത്. ഭയങ്കര സന്തോഷമായി നമ്മൾ ഇന്ത്യക്കാരാണെന്ന് പറഞ്ഞപ്പോൾ. ഇതാണ് ഒരു ചൈനീസുകാരുടെ ഒരു പ്രതികരണം. നിങ്ങൾ കണ്ടോ, എല്ലാ സ്ഥലങ്ങളിലും നിങ്ങൾ കാണാറുമുണ്ടല്ലോ. അപ്പോൾ ഇവിടുത്തെ ഏതായാലും ഇതിൻ്റെ ഉൾവശമൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം. 去他们小米的时候，有没有他们线下有没有展？他们线下其实没有展，对吧？我知道，他就是直接就产品直接跟你看。ഞാനിവിടെ ഇരിക്കാം. അങ്ങനെ ഇരിക്കാം. പുറത്തെ കാഴ്ചയൊക്കെ കണ്ടോണ്ടിരിക്കുക. കട്ട വേണമെങ്കിൽ ഇതാക്കാം, കട്ട വേണമെങ്കിൽ അവിടെ സ്വിച്ച് പോസ് ചെയ്യാൻ പറ്റും. അടിപൊളി വീണ. ഈ ഒരു ഹുവാവേ എന്ന് പറഞ്ഞ മൊബൈൽ കമ്പനി ഇന്ന് ചൈനയിലെ തന്നെ ഒരു നമ്പർ 1 ആണ്. ഇവർക്കില്ലാത്ത പ്രൊഡക്റ്റുകളൊന്നും തന്നെയില്ല. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഇതിൻ്റെ കുറേ വീഡിയോസൊക്കെ ഇതിന് മുന്നേ ഇട്ടിട്ടുണ്ടായിരുന്നു. 3 ലക്ഷം രൂപയുടെ പുതിയ ഫോണും ഐഫോണിനേക്കാളും മികച്ച ഫീച്ചറുകളുള്ള ഒരുപാട് ടെക്നോളജി ഇവർക്കുണ്ട്. അങ്ങനെ ഇവരുടെ ഒരു പുതിയ ടെക്നോളജിയാണ് ഈ ഒരു സ്മാർട്ട് ഹൗസ്. സ്മാർട്ട് ഹൗസ് ഇഷ്ടം പോലെ ചൈനയിൽ ഉണ്ട്. ഇതുപോലെ എല്ലാ ഫെസിലിറ്റിയോടും കൂടി. എന്താന്ന് നോക്കിയേ, ഫോൾഡിങ് ടേബിള്, ഇതുപോലെ കിച്ചണ്, ഫ്രിഡ്ജ് വയ്ക്കാനുള്ള സൗകര്യം എല്ലാം കൂടെ ഒരുമിച്ചുള്ള ഒരു വീട് നമുക്കിതുപോലെ മേടിച്ചിട്ട് നമുക്ക് ഏത് സ്ഥലത്താണോ വെക്കേണ്ടത് അതുപോലെ നമുക്ക് കൊണ്ട് വെച്ചാൽ മാത്രം മതി. അത്ര എക്സ്പെൻസീവ് ഒന്നുമല്ല. ഒരു 2 ലക്ഷം രൂപയ്ക്കൊക്കെ നമുക്കൊരു വീട് തീരുന്നതാണ്. ഈ ഒരു ഫോൾഡബിൾ ആയിട്ടുള്ള സൈക്കിള് ചൈനയിലെ ആൾക്കാർ ഉപയോഗിക്കുന്നത് എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ കണ്ടിട്ടുള്ളത്, ഇവിടെ മദ്യപിച്ചതിന് ശേഷം ആരും വണ്ടി ഓടിക്കാറില്ല. കാരണം എന്നാന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാമല്ലോ, കടുത്ത ശിക്ഷയുണ്ട്, ലൈസൻസ് എല്ലാം ക്യാൻസൽ ചെയ്യുക. അതുകൊണ്ട് തന്നെ ഇവിടെ ആരും മദ്യപിച്ചിട്ട് വണ്ടി ഓടിക്കാറില്ല. അവർക്ക് എന്തെങ്കിലും കാരണവശാൽ മദ്യപിക്കണമെന്നുണ്ടെങ്കിൽ, മീൻസ് കസ്റ്റമേഴ്സൊക്കെ വരുമ്പോൾ അവരുടെ കൂടെയൊക്കെ ഇടിച്ച് ബിയറോ ഡ്രിങ്ക്സൊക്കെ കഴിക്കണമെന്നുണ്ടെങ്കിൽ അവരെന്ത് ചെയ്യും, അത് കഴിച്ചതിന് ശേഷം അവർ ഇങ്ങനെയുള്ള ആൾക്കാരുണ്ടാവും ഓരോ റെസ്റ്റോറൻറ്റിൻ്റെ മുമ്പിലും. അവരിങ്ങനെ ഈ ഒരു സൈക്കിളുമായിട്ട് വന്ന് നിൽക്കുന്നുണ്ടാവും. എന്നിട്ട് അവരുടെ നമ്മുടെ കാറ് കൊടുത്തിട്ട് ഇവരെന്ത് ചെയ്യും, ഈ സൈക്കിള് ഫോൾഡ് ചെയ്തിട്ട് നമ്മുടെ കാറിൻ്റെ ഡിക്കിയിലിടും. എന്നിട്ട് നമ്മുടെ കാർ ഓടിച്ച് നമ്മളെ സുരക്ഷിതമായിട്ട് വീട്ടിൽ കൊണ്ട് എത്തിക്കുന്ന ഒരു ഏർപ്പാട് ചൈനയിൽ എല്ലാവരും അങ്ങനെയാണ് ചെയ്യുക. അതൊരു നല്ലൊരു ഐഡിയ അല്ലേ? നിങ്ങൾക്ക് ഇതിനോട് ചെറിയ പൈസ കൊടുത്താൽ മതി കേട്ടോ, 10 രൂപ 20 രൂപ അങ്ങനെയൊക്കെ കൊടുത്താൽ മതി. അതെനിക്കൊരു നല്ല കാര്യമായിട്ട് തോന്നിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നൊന്ന് നിങ്ങൾ കമൻ്റ് ഇടണേ.
നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരു ബ്രിഡ്ജാണ് കേട്ടോ. ആ ബ്രിഡ്ജിന്റെ മേലെ അവർ പരസ്യം കൊടുത്തിരിക്കുന്നത് വരെ എത്ര അടിപൊളിയായിട്ടാണെന്ന് നോക്കി. അവരുടെ തല സമ്മതിക്കണം അല്ലേ. ഈ പരസ്യം ഇങ്ങനെ മാറി മാറി വന്നുകൊണ്ടേയിരിക്കും കേട്ടോ. ശരിക്കും നമുക്കിതൊരു ബ്രിഡ്ജാണെന്ന് പോലും തോന്നത്തില്ല, അത്ര അടിപൊളിയായിട്ടാണ് ഇവരിത് ചെയ്തിരിക്കുന്നത്. ഒരു ബ്രിഡ്ജ് അല്ലേടാ ഇത് ശരിക്കും. അതാ വാവ്, വെസ്റ്റ് ലേക്ക് ഇതാണ് വെസ്റ്റ് ലേക്ക്. ആ അടിപൊളി, ഇത് നോക്ക്. എന്താ അല്ലേ, ഒരു ബ്രിഡ്ജാണെന്ന് പോലും തോന്നിക്കാത്ത രീതിയിൽ എത്ര അടിപൊളിയായിട്ടാണ് ഇവർ ഇതെല്ലാം ചെയ്തു വെച്ചിരിക്കുന്നത് അല്ലേ. അങ്ങനെ ഞാൻ അതിലെ കൂടെ ഒരുപാട് നേരം ഇങ്ങനെ നടന്നു. എല്ലാം ഒന്നും നിങ്ങൾക്ക് വീഡിയോയിൽ കാണിച്ച് നിങ്ങളെ ബോറടിപ്പിക്കണ്ട എന്ന് വിചാരിച്ചിട്ടാണ് അധികമൊന്നും നിങ്ങളെ കാണിക്കാത്തത്. എന്നാലും നിങ്ങൾക്ക് ചൈനയെ കുറിച്ച് അറിയാൻ കുറച്ച് ആൾക്കാരൊക്കെ ഇങ്ങനെ എൻ്റെ വീഡിയോയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നെന്ന് പറയുമ്പോൾ അതൊരു മനസ്സിന് ഒരുപാട് സന്തോഷം നൽകുന്ന ഒരു കാര്യമായതുകൊണ്ടാണ് ഞാൻ വീഡിയോ ഇടുന്നത്. അങ്ങനെ ഞാൻ നടന്നപ്പോൾ നിങ്ങളൊന്ന് നോക്കിക്കേ, ഈ കാണുന്ന ഷോപ്പിൽ ആൾക്കാർ ക്യൂ നിൽക്കുന്നത് ഫുഡ് കിട്ടാൻ വേണ്ടിയാണ് കേട്ടോ. ഇവിടെ ആരും ക്യൂ പാലിക്കാനൊന്നും ഇവരോട് പറഞ്ഞിട്ടൊന്നുമല്ല. ഇങ്ങനെയാണ് ചൈനയുടെ ഒരു ഡിസിപ്ലിൻ. എല്ലാവരും നമ്മൾ ബീവറേജിൻ്റെ മുന്നിലൊക്കെ അല്ലേ ഇതുപോലത്തെ ക്യൂ കണ്ടിട്ടുള്ളത്. ഇവിടെ എല്ലാവരും ഇതുപോലെ ക്യൂ പാലിച്ച്, അത് അവരുടെ ഒരു പ്രത്യേകതയായിട്ട് എനിക്ക് കാണാറുണ്ട്. ഭയങ്കര ഡിസിപ്ലിൻ ആയിട്ടുള്ള ആൾക്കാരാണ് ഇവർ എന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. ഇങ്ങനെ ഒരുപാട് പട്ടിക്കുട്ടീനെയൊക്കെ കൊണ്ട് ആൾക്കാർ ഷോപ്പ് നടത്തുന്നത് സുന്ദരിച്ച് നല്ല രസമുണ്ടല്ലേ പട്ടിക്കുട്ടീനെ കാണാൻ വേണ്ടി. അത് നോക്കിക്കേ, ക്ലിപ്പൊക്കെ ഇടിയിച്ച് സുന്ദരിയാക്കി കൊണ്ടുവന്ന് അവർ വെച്ചിരിക്കുന്നു. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ ചൈനയിലെ കൊച്ചു വിശേഷങ്ങൾ. കൂടുതൽ വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.